പ്രധാനപ്പെട്ട വാർത്ത 22-ന് പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ബസ് പണിമുടക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്നു. പറ്റുകയുള്ളൂ എന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം 99% കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു. അതിന് ചർച്ച നല്ല നിലയിൽ നടന്നു. ഇനിയും ചർച്ച ചെയ്യും. നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളിലേ ഒരു തർക്കം ഉണ്ടായുള്ളൂ. ഒന്ന്, ഈ ഗവൺമെന്റിന് ഉറച്ച നിലപാടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ ചെയ്യുക, അക്രമ പ്രവർത്തനങ്ങൾ, പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതുള്ളവരെ അവരെ ക്ലിയറൻസ് വെച്ചിട്ട് ഡ്രൈവിംഗ് കണ്ടക്ടറായിട്ട് വയ്ക്കാവൂ എന്നുള്ള ഞങ്ങളൊരു ആവശ്യം അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അതും സമ്മതിച്ചു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതൊരു ചർച്ച, മുമ്പൊരു ഒരു ചർച്ചയിൽ ഞാനവർ ജനറലായിട്ട് ഈ പോലീസ് വെരിഫിക്കേഷൻ ആകാമെന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ അവരാകാമെന്ന് സമ്മതിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തരം ഒരു നല്ല കാര്യം ചെയ്തത്. അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പറയണം, അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ വേണ്ടാന്ന് വയ്ക്കാൻ അത്തരം ആളുകളെ കൊണ്ട് വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ കയറുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ പലപ്പോഴും നമ്മൾ കാണുന്ന റോഡിൽ നടക്കുന്ന പരസ്പര അടികളും അക്രമങ്ങളും കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. അതവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അക്കാര്യത്തിൽ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് മുഖ്യമന്ത്രിയെ നാളെ ഞാൻ കണ്ട് സംസാരിക്കും. അദ്ദേഹം പറയുന്നതാണ്. മറ്റു കാര്യങ്ങൾ അവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ചില ഉത്തരവുകൾ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വല്ലാത്ത പ്രൈവറ്റ് പുതിയ ബസ്സുകളുടെ തള്ളിക്കയറ്റം, അതിലവരും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പെർമിറ്റ് ഒന്നും വേണ്ട. ഇപ്പം പെർമിറ്റ് എടുക്കാൻ വരുന്ന ആളിന് വണ്ടി വേണ്ട, അപേക്ഷ കൊടുക്കണ്ട, അവർ അപേക്ഷ മാത്രം ഇട്ടാൽ മതി, പൈസ പോലും അടയ്ക്കണ്ട. അത് പെർമിറ്റ് അനുവദിച്ചതിന് ശേഷം ഇതൊരു കച്ചവടമാണ് കേരളത്തിൽ. സാധാരണക്കാരായ സ്ത്രീകളെയും പ്രവാസികളെയൊക്കെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പഴയ ഒത്ത ബസ് എടുത്തുകൊണ്ടിരും. ഈ ബസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ പെർമിറ്റ് ഉണ്ടെന്ന് അവർ അതിന് ടെമ്പററി പെർമിറ്റിന് അപേക്ഷ കൊടുത്തേ പറ്റൂ. കൊടുത്തിട്ട് ഇത് പെർമനന്റ് ആയിക്കോളെന്ന് പറഞ്ഞ് ആളുകളെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു വ്യാജ കച്ചവടം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് സംഘടനകൾ പൂർണ്ണമായി അംഗീകരിച്ചു. അത് തെറ്റാണെന്ന് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി മേലിൽ പുതിയ പെർമിറ്റുകളെല്ലാം പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വണ്ടികൾ കൊണ്ടുവരണം. പുതിയ വണ്ടി ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്ത്യയിലെ നിലവാരം അനുസരിച്ച് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പുതിയ വണ്ടി കൊണ്ടുവന്നാൽ മാത്രമേ ഇനി പുതിയ പെർമിറ്റ് ഉള്ളൂ. അല്ല വെറുതെ ഈ കടലാസ് എഴുതി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാ സംഘടനകളും അംഗീകരിച്ചാണ്. അത് വല്ലാത്തൊരു മത്സരമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് വേണം എന്നുള്ള കാര്യവും അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തു. കാരണം വണ്ടികൾ തമ്മിലുള്ള അകലം നഗരങ്ങളിൽ 5 മിനിറ്റും റൂറൽ ഏരിയയിൽ 10 മിനിറ്റും അകലം വേണം എന്നുള്ളൊരു പ്രപ്പോസൽ അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും റോഡ് സേഫ്റ്റി കമ്മീഷണറും നൽകിയൊരു ശുപാർശയുണ്ട്. അത് ഗവൺമെന്റ് മുമ്പിലുണ്ട്. അക്കാര്യത്തിൽ സംഘടനകൾ യോജിച്ചു. കാരണം ഈ അനാവശ്യമായ മത്സരം ഈ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ തള്ളിക്കയറ്റം ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. ഈ പ്രധാനമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെർമിറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ആ ഒരു പെർമിറ്റിന്റെ കാര്യം 140 കിലോമീറ്ററിന് മേലുള്ള വണ്ടികൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് ഓടാൻ പറ്റില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷനായിട്ട് അത് കോടതിയുടെ പരിഗണനയിരുന്നൊരു വിഷയമാണ്. വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള നടപടികളാണ് KSRTC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ഇക്കാര്യം ചെയ്യാം. അത് അവരോട് സംസാരിച്ചുകൊണ്ട് അവർ കൂടുതൽ ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിൻവലിച്ചവരോട് സന്തോഷമുണ്ട്. പിൻവലിക്കാത്തവർ എത്രയും വേഗം പ്രശ്നങ്ങൾ മനസ്സിലാക്കി. കാരണം അവരോട് ഞങ്ങൾക്ക് ചോദിക്കാം, 99% കാര്യവും ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം കെ ബി ഗണേഷ് കുമാറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. 22-ന് പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ബസ് പണിമുടക്ക് അനിശ്ചിതകാല പണിമുടക്കായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അത് മാറ്റിയിരിക്കുകയാണ്. ഗതാഗത കമ്മീഷണറും മന്ത്രിയും ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം.